നമസ്കാരം. ഈ അധ്യായത്തിലെ അവസാന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുന്ന ഒരു ഭാഗമാണ്. വിപുലമായ ഒരു സംഗീത ശാഖയാണ് വാദ്യസംഗീതം എന്ന് പറഞ്ഞാൽ വായ്പ്പാട്ടിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഉപകരണ സംഗീതവും. വയലിൻ മാന്ത്രികൻ ബാലഭാസ്കറിനെ നമുക്ക് മറക്കാനാവില്ല. ഹരിപ്രസാദ് ചൗരസ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ നീളം കൂടിയൊരു പുല്ലാങ്കുഴൽ അഥവാ ബാംസുരിയാണ് നമ്മുടെ മനസ്സിൽ. ലോകത്തെല്ലായിടത്തും സംഗീതത്തിനോടൊപ്പം തന്നെ ഉപകരണ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഉപകരണങ്ങളെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളെ, അവയുടെ നിർമ്മിതി, അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതുപയോഗിക്കുന്ന രീതി എന്നിവയൊക്കെ പരിഗണിച്ച് പലതായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന അത്തരമൊരു തരംതിരിക്കലിനെയാണ്. അതിലൊന്നാമത്തേത് അനവദ്യവാദ്യങ്ങൾ അഥവാ തുകൽവാദ്യങ്ങൾ എന്നതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തുകൽ എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഉള്ളുപൊള്ളയായ ഒരു വസ്തുവിൻ്റെ വശങ്ങളിൽ മൃഗത്തിൻ്റെ തോൽ പതിപ്പിച്ച് വലിച്ച് ടൈറ്റാക്കി കെട്ടിയിട്ട് അതിൽ വടികൊണ്ട് തട്ടിയോ വിരൽ കൊണ്ട് തട്ടിയോ ഉരസിയോ ശബ്ദമുണ്ടാക്കുന്ന സംഗീതോപകരണങ്ങളെയാണ് അനവദ്യവാദ്യങ്ങൾ അഥവാ തുകൽവാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പാശ്ചാത്യ സംഗീതത്തിൽ ഇവയെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. മൃദംഗം, ചെണ്ട, മദ്ദളം, തവില്, ഇടയ്ക്ക, തബല, തിമില, ഗഞ്ചിറ ഇവയൊക്കെ ഈ പറയുന്ന തുകൽവാദ്യത്തിന്, പെർക്കഷൻ ഇൻസ്ട്രുമെൻസിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേത് സുഷിരവാദ്യങ്ങളാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഈറ, മുള, ലോഹം ഇത്തരം വസ്തുക്കളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വായു കടത്തിവിട്ട് ശബ്ദമുണ്ടാക്കുന്ന, സംഗീതമുണ്ടാക്കുന്ന ഉപകരണങ്ങളെയാണ് സുഷിരവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വ്യത്യസ്തമായ ശബ്ദബീജികൾ ഉണ്ടാക്കാൻ അതിലിട്ടിരിക്കുന്ന ദ്വാരങ്ങളെ അടച്ചും തുറന്നുമാണ് അതിൽ ടോണുകൾ ഉണ്ടാക്കുന്നത്. ഓടക്കുഴൽ, ബാംസുരി ഇവയൊക്കെ മുളയിൽ നിർമ്മിച്ചിട്ടുള്ള സുഷിരവാദ്യങ്ങളാണ്. കൂടാതെ ക്ലാർനെറ്റ്, ബ്യൂഗിള്, ട്രംപറ്റ്, നാഗസ്വരം, ഷെഹനായി, കൊമ്പ്, കുഴല് തുടങ്ങിയവയൊക്കെ സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതിനെ പാശ്ചാത്യ സംഗീതത്തിൽ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നു. കാറ്റുപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള അർത്ഥത്തിൽ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. തന്ത്രിവാദ്യങ്ങൾ അഥവാ തതവാദ്യങ്ങൾ. തന്ത്രികൾ അഥവാ കമ്പികൾ, വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പികളിൽ കൈകൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ മീട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഉരസുമ്പോഴോ ശബ്ദമുണ്ടാകുന്ന സംഗീത ഉപകരണങ്ങളെയാണ് തന്ത്രിവാദ്യങ്ങൾ അഥവാ തതവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അറിയാം, ഈ വില്ലൊക്കെ കുലയ്ക്കുമ്പോൾ വില്ലിൻ്റെ ഞാണൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിൽ വലിച്ചു കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടാങ് ടാങ് എന്ന് പറയുന്നൊരു ശബ്ദമുണ്ട്. അതൊക്കെ ഇതിൻ്റെ ആദിമ രൂപമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്ലാവ്, തേക്ക് തടിയിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചട്ടക്കൂട്ടുകളിൽ തന്ത്രികൾ വലിച്ചു മുറുക്കി കെട്ടി അതിൽ തട്ടിയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അത് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ, സിത്താറ്, സാരംഗി, സന്തൂറ്, പുള്ളുവ വീണ, വയലിൻ, ഗിറ്റാറ് ഇതൊക്കെ തന്ത്രിവാദ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മറ്റൊന്ന് ലോഹനിർമ്മിതമായ വാദ്യങ്ങളാണ്. ഇവയെ ഘനവാദ്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ലോഹങ്ങൾ കൊണ്ടാണ്. ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങളെ ഘനവാദ്യങ്ങൾ എന്ന് പറയുന്നു. അതിൽ ചേങ്ങിലയുണ്ട്, ജാലറുണ്ട്, ഇലത്താളമുണ്ട്, സിംബൽസ് ഉണ്ട്, മുഖർശംഖുണ്ട്. ഇതൊക്കെ ഘനവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന് റീഡ് വാദ്യങ്ങളാണ്. റീഡ് വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് പോലുള്ള നേർത്ത ലോഹത്തകിടുകളിൽ വായു കടത്തിവിടുമ്പോൾ കമ്പനം കൊണ്ട് ശബ്ദമുണ്ടാകുന്നു. നമ്മളിങ്ങനെ പേപ്പർ കഷ്ണം ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഊതിയാൽ ശബ്ദം ഉണ്ടാവില്ലേ? അതുപോലെ ചെമ്പ് തകിടിലേക്ക് വായു കടത്തിവിട്ടിട്ട് ആ തകിടിൻ്റെ കമ്പനങ്ങൾ മൂലം ശബ്ദമുണ്ടാക്കുന്ന സംഗീതോപകരണങ്ങളെയാണ് റീഡ് വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഹാർമോണിയം, അക്കാഡിയൻ, പിയാനോ, ഓർഗൺ ഇവയൊക്കെ ഈ റീഡ് വാദ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട സാധനങ്ങൾ സംഗീതോപകരണങ്ങളുടെ വേർതിരിവാണ്. അനവദ്യവാദ്യങ്ങൾ അഥവാ തുകൽവാദ്യം, സുഷിരവാദ്യങ്ങൾ, തന്ത്രിവാദ്യങ്ങൾ, ഘനവാദ്യങ്ങൾ, റീഡ് വാദ്യങ്ങൾ, ഇങ്ങനെ 5ആയി സംഗീത ഉപകരണങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ പ്രധാനപ്പെട്ട 5 മാർക്കിൻ്റെ ചോദ്യം സംഗീതത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മിക്കവാറും വ്യത്യസ്തമായ 5 സംഗീത ശാഖകളെ പരിചയപ്പെടുത്തുക എന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലും 5 സംഗീത ശാഖകളെക്കുറിച്ചുള്ള ചെറു കുറിപ്പുകൾ എഴുതിയാൽ അത് കിട്ടും. അതല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സംഗീത ഉപകരണങ്ങളുടെ അവയുടെ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെയും അതിൻ്റെ ഉപയോഗത്തിൻ്റെയും പ്രയോഗ രീതിയുടെയും ഒക്കെ വ്യത്യാസത്തിൽ വന്നിട്ടുള്ള വേർതിരിവുകൾ എഴുതി വെച്ചാലും മാർക്ക് ലഭിക്കും. 3 മാർക്കിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. മൊത്തം സംഗീതവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 6 മുതൽ 8 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗങ്ങൾ വിശദമായി പറഞ്ഞു എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഭാഗം കൂടുതൽ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നു. വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കൂടുതൽ വിശദമായി പറയേണ്ട കാര്യങ്ങൾ വിശദമായി പറയാൻ തയ്യാറാണ്. നന്ദി.